തൃശൂരിലെ ഡിവൈഎഫ്ഐ നേതാവിന്റെ വെളിപ്പെടുത്തലിൽ സിപിഎമ്മിനെ വിമർശിച്ച കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. അഴിമതിയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയായി സിപിഎം മാറി. ഒരു മന്ത്രി ഉൾപ്പെടെ ഗുരുതരമായ അഴിമതി ചെയ്തെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയാണ് പറയുന്നതെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. തൃശൂരിലെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ സിപിഎമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ അഴിമതികളുടെ ഒരു അറ്റം മാത്രമാണ്. തുടർഭരണത്തെ തുടർന്ന് കേരളത്തിലെ സിപിഎമ്മിൽ വൻതോതിലുള്ള അപജയമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അഴിമതിയുടെ കൂത്തരങ്ങായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിൽ പാർട്ടി ഏറ്റവും വലിയ അഴിമതിക്കാരുടെ കൈകളിൽ അമർന്നിരിക്കുകയാണ്. അതിൻ്റെ ഉദാഹരണമാണിത്. ഓരോ ജില്ലയിലെയും സ്ഥിതി ഇതാണ്. തുടർഭരണത്തിൻ്റെ വെളിച്ചത്തിൽ ആവശ്യാനുസരണമുള്ള പണമുണ്ടാക്കുക എന്നുള്ള നിലപാടിലേക്ക് പാർട്ടി നേതാക്കന്മാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി തൻ്റെ നിലപാട് വ്യക്തമാക്കണം. ഒരു ശബ്ദരേഖയുടെ പേരിൽ ഇവിടെ ഇപ്പോൾ കേസുകളെടുത്ത് സ്പെഷ്യൽ അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്, തൃശ്ശൂരിലെ ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ച് ഗവൺമെൻറ് അന്വേഷിക്കണം, പോലീസ് അന്വേഷിക്കണം. വലിയ സാമ്പത്തിക കുറ്റമാണ് ഇവിടെ ചുമത്തപ്പെട്ടിട്ടുള്ളത്. കപ്പലണ്ടി വിറ്റ് നടന്നയാൾ കോടിക്കണക്കിന് രൂപയുടെ ഉടമയായി എന്ന് പറയുന്നതും ഒരു മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ വെച്ചുകൊണ്ട് അവർ വലിയ ഗുരുതരമായ അഴിമതി ചെയ്തുവെന്നുമാണ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയാണ് പറയുന്നത്. അപ്പോൾ എത്ര ഗുരുതരമായ അഴിമതി ആരോപണമാണ് ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഒരു ജില്ലയുടെ കാര്യമാണ്. മറ്റ് ജില്ലകളുടെ സ്ഥിതി ഇതുതന്നെ ആയിരിക്കും. തിരിച്ചെത്താം വളരെ വേഗം ഇടവേളയ്ക്ക്.